അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ വൃക്ക മാറ്റി വെക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ഏകദാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അരവിന്ദേട്ടാ, പഞ്ചായത്ത് പ്രസിഡന്റോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ഇപ്പോൾ ഉള്ള ചികിത്സയൊക്കെ നടന്നത്? ഏതടിസ്ഥാനം? അപ്പോൾ ഇവിടെ ആയത്തുഞ്ചാല് നമ്മളെ നടുക്കണ്ടി അരവിന്ദൻ എന്ന സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അരവിന്ദന് കഴിഞ്ഞ 1.5 വർഷക്കാലമായി വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖവുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി പോകുന്നത്. ഒരു കുടുംബത്തിൻ്റെ നാഥനാണ്, ഭാര്യയും ഒരു കുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് അരവിന്ദിൻ്റേത്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നാട്ടുകാരുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്താലെയാണ് ഇതുവരെയുള്ള ചികിത്സകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വൃക്ക മാറ്റി വെച്ചാൽ മാത്രമേ അരവിന്ദൻ്റെ ജീവൻ നിലനിർത്തി പഴയ നിലയിലേക്ക് തിരിച്ച് അരവിന്ദന് വരാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ വൃക്ക മാറ്റി വെക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ഏകദാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അരവിന്ദൻ്റെ ഭാര്യ ഷൈജ വൃക്ക കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ ഭാഗമായി ഉള്ള നടപടിക്രമങ്ങൾ, അതായത് ആരോഗ്യ രംഗത്തുള്ള പരിശോധന ഏതാണ്ട് എല്ലാം പൂർത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൃക്ക മാറ്റി വെക്കേണ്ട ചിലവ്, ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അവിടെ ഇപ്പോൾ ഈ കിഡ്നി മാറ്റിവെച്ച ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സക്ക് വേണ്ടി വരും. അപ്പോൾ ആ പൈസ ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ അരവിന്ദൻ ഇങ്ങനെ നാട്ടുകാരുടെ സഹായം സുഹൃത്തുക്കളോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളും ജനപ്രതിനിധികളും നാട്ടുകാരെല്ലാം ചേർന്ന് അതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടുകാരും കൂട്ടുകാരും ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു 100 രൂപയുടെ ചലഞ്ച് നാട്ടുകാരോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ സുമനസ്സുകളോട് ആവശ്യപ്പെടുകയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന നിലയിൽ അരവിന്ദൻ്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുക എന്നുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ജനപ്രതിനിധികളും അരവിന്ദൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ സംരംഭത്തിന്, ഈ സഹായം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ആളുകളും സുമനസ്സുകളും തയ്യാറായി മുന്നോട്ട് വരണം എന്നാണ് ഈ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും ഈ കൈയടച്ച് സഹായിച്ചാൽ നമുക്കൊരു കുടുംബത്തിൻ്റെ താങ്ങായി നിൽക്കുന്ന അരവിന്ദനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ കുടുംബത്തെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും. എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളായി അരവിന്ദൻ്റെ ഈ ചികിത്സാ സഹായത്തിനു വേണ്ടി സഹകരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുക. അരവിന്ദേട്ടാ, ല്ലേ? ഡയാലിസിസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ? ആഴ്ചക്ക് 3 ദിവസം പോകണം ഡയാലിസിന്. ഇരട്ടിയിലാണ് പോകുന്നത് അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് ചികിത്സയൊക്കെ നടക്കുന്നത്? ചികിത്സയിലാണ് നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും സമ്മൻസുകളുടെ സഹായത്തിലാണ് ഇത്രയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ സാമ്പത്തികങ്ങളും തീർന്നിരിക്കുന്നത്, ഡയാലിസിസ് ചെയ്യാൻ പോലും സാമ്പത്തികമില്ല, തീർന്നു. എല്ലാവരും സഹായിച്ചിരുന്നത് പരമാവധി 1.5 വർഷമായിട്ട് ഇത് തന്നെയാണ്. ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്, എല്ലാം ഏകദേശമായി. ഭാര്യ തന്നെയാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ ബാധ്യതയുണ്ട്. വൃക്ക ഭാര്യ തന്നെയാണ് തരുന്നത് അല്ലേ? ഭാര്യ തന്നെയാണ് തരുന്നത്. അവരുടെ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. ഇപ്പം അടുത്ത് തന്നെ ഓപ്പറേഷനുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഇനിയും കണ്ടെത്തിയിട്ടില്ല. സോ മനസ്സുള്ള സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. പരമാവധി എല്ലാവരും സഹായിക്കുക. നമ്മുടെ ജീവിതം ഒരു മോളേ ഉള്ളൂ, അവൾ 10ാം ക്ലാസ് പഠിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതം
വീടെടുത്ത വക ചെറിയൊരു കാര്യം ഉണ്ട്. ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, 2 വർഷം എവിടെയും പോകുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ജീവിതമെല്ലാം വളരെ ബുദ്ധിമുട്ടിലാവുന്നല്ലേ? അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സമ്മാനസ് കാരണമാണ് ഇപ്പോൾ ജീവിച്ച് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ മാറ്റിവെക്കാനുള്ള തുക നിങ്ങൾ ജനങ്ങളിൽ അർപ്പിച്ചതിൽ മാത്രമേ കാര്യങ്ങൾ ഒരു നേർവഴിക്ക് എത്തൂ അല്ലേ? ഇത്രയും കാലമായിട്ട് നാട്ടുകാരും കുടുംബക്കാരും എല്ലാം കൂടി സഹായിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുകയും ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല. നമുക്കൊരു മോളാണുള്ളത് ഹോസ്പിറ്റലിൽ. നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും.